ഉണ്ടാകട്ടെ. ചില മടുപ്പുകൾ യേശുവിന്റെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന പ്രാർത്ഥനയെ മടുപ്പിക്കുന്ന, ഓ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നല്ലോ. ചില പ്രാർത്ഥനകളെ മടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതിന്റെ മേലൊരു ജയം കർത്താവ് പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ഈ ദിവസങ്ങളിൽ മടുപ്പ് അനുഭവിക്കുന്ന ആരോ, പ്രാർത്ഥനാ മുറിക്കകത്ത് മടുപ്പ് അനുഭവിക്കുന്ന ആരെയോ ഈ ആത്മാവ് തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മടുപ്പുകൾ മാറുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ഒരഭിഷേകം, മടുത്തു പോകാതെ നിലവിളിക്കുവാൻ, മടുത്തു പോകാതെ ദൈവത്തോട് അടുത്തിരിക്കുവാൻ. യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ മേൽ നിന്ന് മടുപ്പുകൾ ഇടുന്ന വ്യാപാരങ്ങൾ, മടുപ്പുകൾ ഇടുന്ന പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പ്രാർത്ഥനാ വിഷയത്തിന് ലേറ്റാകുമ്പോൾ, മറുപടികൾ ലേറ്റാകുമ്പോൾ മടുപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ വചനം എഴുതി വെച്ചിരിക്കുന്നു, മടുത്തു പോകാതെ. അപ്പൊ മടുത്തു പോകുവാൻ സാധ്യതകൾ നിനക്കുണ്ട്. എങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മടുപ്പിനെ മാറ്റിവെച്ചിട്ട് ലഭിക്കും വരെയോ മടുത്തു പോകാതെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ മടുത്തു പോകാതെ നീ മുട്ടാമോ? മടുത്തു പോകാതെ നീ പ്രാർത്ഥിക്കാമോ? കൂട്ടുകാരന്റെ വീടിന്റെ വാതിലിൽ നിന്ന്, ഡോറിന്റെ വാതിലിൽ നിന്ന് ഒരു സഹോദരൻ ഡോറിൽ മുട്ടുകയാ. എന്തിനാ? എനിക്കൊരു അപ്പം വേണം, എനിക്ക് അല്പം ആഹാരം വേണം, അപ്പം വേണം. ലഭിക്കത്തില്ലെന്ന് പറഞ്ഞു അകത്തുനിന്ന് നല്ലൊരു ആൻസർ അല്ല കിട്ടിയത്, നല്ലൊരു മറുപടി അല്ല കിട്ടിയത്. അകത്തുനിന്ന് കിട്ടിയ മറുപടി മടുപ്പിക്കുന്ന മറുപടിയാ. അകത്തുനിന്ന് വന്ന മറുപടി സന്തോഷിപ്പിക്കുന്ന മറുപടി ആയിരുന്നില്ലല്ലേ? അകത്തുനിന്ന് കേട്ട മറുപടി നിനക്ക് ലഭിക്കുമെന്നുള്ളതായിരുന്നില്ല, നിനക്ക് സന്തോഷം തരുമെന്നുള്ളതായിരുന്നില്ല, നിനക്കത് കിട്ടുമെന്നുള്ളതായിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് വാതുക്ക നിന്ന് മുട്ടിയ വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ട്. അകത്തുനിന്ന് എന്ത് പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല. ഞാൻ വന്ന വിഷയത്തിന്റെ മറുപടി കാണാതെ, ഞാൻ മുട്ടിയ വിഷയത്തിന്റെ മറുപടി കാണാതെ ഞാൻ ഈ കോമ്പൗണ്ട് വിട്ട് പോകത്തില്ലെന്നുള്ള ഉറപ്പ്. അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? മടുപ്പ് വരട്ടെ, പ്രതികൂലം വരട്ടെ, നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരിക്കുമ്പോ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി വരട്ടെ, പക്ഷെ അതിന്റെ നടുവില് മടുക്കാതെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ കൂടാരത്തിനകത്ത് ആരാധന ഉയരട്ടെ. കൂടാരത്തിനകത്തെ ആരാധനയ്ക്ക് മടുപ്പിടുന്ന, പ്രാർത്ഥനയ്ക്ക് മടുപ്പിടുന്ന, ആത്മ സാന്നിധ്യത്തിന് മടുപ്പിടുന്ന എല്ലാ പോരാട്ടങ്ങളും ഇന്ന് രാത്രി അകത്തു നിന്ന് പറയുകയാ, എനിക്ക് എഴുന്നേറ്റ് വരാൻ കഴിയത്തില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അടുത്ത് കിടക്കുന്നു. പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, കൂടെ കൂടെ മുട്ടുക, പിന്നെയും പിന്നെയോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മടുപ്പില്ലാതെ, മടുപ്പില്ലാതെ മുട്ടുക കൊണ്ട് അവനെ എഴുന്നേറ്റ് വന്ന് വേണ്ടുവോളം കൊടുത്തെന്ന് ഇന്ന് രാത്രി ദൂത് പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. നീ മടുക്കാതെ മുട്ടാമെങ്കിൽ, നീ മടുക്കാതെ പ്രാർത്ഥിക്കാമെങ്കിൽ വേണ്ടുവോളം നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാതാവേ, നീ തലമുറകളെ ഓർത്താണ് പ്രാർത്ഥിക്കുന്നത്. മടുക്കാതെ പ്രാർത്ഥിച്ചോ, മടുക്കാതെ പ്രാർത്ഥിച്ചോ. നിന്റെ തലമുറയ്ക്ക് വേണ്ടുന്നത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടുന്നത് അതെന്താണോ നീ ആഗ്രഹിക്കുന്നത്? അവരുടെ ആത്മീക നിലവാരമാണോ? അവരുടെ പ്രാർത്ഥനാ ജീവിതമാണോ? അവരുടെ വിദ്യാഭ്യാസമാണോ? അവരുടെ ഭാവിക്ക് വേണ്ടിയാണോ? സാഹചര്യം വിലയിരുത്തി മടുക്കരുത്, സാധ്യതകൾ നോക്കി മടുക്കരുത്. സാധ്യത നോക്കിയാൽ, സാഹചര്യം നോക്കിയാൽ നീ മടുത്തു പോകും. നിന്നെ മടുപ്പിക്കാനാ പറയുന്നത്. എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല. ഇത് കേട്ടിട്ട് നീ മടുത്ത് പിന്മാറി വീട്ടിൽ തിരിച്ചു പോണം.
പക്ഷെ അകത്തു നിന്ന് കേട്ട മറുപടിക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, എനിക്കാവശ്യമുള്ളത് മേടിക്കാനാ. ഹല്ലേലൂയ. നിന്റെ സാഹചര്യം നോക്കിയാ, നീ ഇപ്പം ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ നോക്കിയാ, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നോക്കിയാ, നിനക്കൊരിക്കലും ലഭിക്കത്തില്ല, നീ ആഗ്രഹിക്കുന്ന ലെവലിൽ എത്താൻ കഴിയത്തില്ല. പക്ഷെ ഞാൻ പറയാ, നീ മടുക്കാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നീ മടുക്കാതെ നിലവിളിക്കുന്നുവെങ്കിൽ, നീ മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആരോടോ പ്രവചനാത്മാവിൽ കൈമാറുകയാ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. നിന്നെ ചിലയിടത്ത് ആക്കിയിരിക്കുന്നത് മടുക്കാതെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. കഴിഞ്ഞ ആ സാഹചര്യങ്ങൾക്കകത്തു നിന്ന് എന്തോ ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു, കഴിഞ്ഞ പോയ ഇടങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് നിന്നെ ഇപ്പൊ എന്തിനാ പറിച്ചു മാറ്റിയെന്ന് അറിയാമോ? ചിലയിടത്ത് നീ പ്രാർത്ഥിച്ച് ചിലത് നേടുവാൻ, ചിലയിടത്ത് നീ പ്രാർത്ഥിക്കുവാൻ. ഇന്ന് രാത്രി ചിലരുടെ മേൽ അസാധാരണമായ പ്രാർത്ഥനയുടെ തലത്തെ കർത്താവ് തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നതാ. ഒരുവരെ കുറിച്ച് നീ മടുത്താതെ പ്രാർത്ഥിച്ചോ. നിനക്ക് വേണ്ടി അസാധാരണമായ നിലയിൽ ചില ദൈവപ്രവർത്തികൾ വേഗത്തിൽ നടക്കുന്നത് പോലെ മടുപ്പുളവാക്കുന്ന എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. നിന്റെ മടുപ്പുകൾക്ക് ഈ ദിവസങ്ങളിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രാത്രിയായത്, മടുപ്പുകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രാത്രിയാ. ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറുവാൻ നിന്റെ മേലൊരു ഭയങ്കര അതോറിറ്റിയെ കർത്താവ് തുറക്കുന്നു. ശകരമന ഹതലബര ബദരഗഡ ഗരഗലമന ഹദരിയാദന ഓരബാലബ ശംദരാദന. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചിലരുടെ മടുപ്പുകൾ ഇന്ന് രാത്രി മാറുന്നെന്ന്. ഹല്ലേലൂയ. സാഹചര്യം കണ്ട് മടുത്തുപോയ ചിലര്, അകത്തു നിന്നുള്ള മറുപടി കേട്ട് മടുത്തുപോയ ചിലര്, ഹല്ലേലൂയ, മടുത്തുപോയ ചിലരെ ആത്മാവ് തൊടുന്നല്ലോ, ആത്മാവ് തൊടുന്നല്ലോ. അത് കേട്ടിട്ട് നീ തിരിച്ചു പോകണ്ട, അത് കേട്ടിട്ട് നീ തിരിച്ചു പോകണ്ട. നീ പിന്നെ മുട്ടാമെങ്കിൽ, നീ മടുപ്പ് കൂടാതെ മുട്ടാമെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടുവോളം പ്രാർത്ഥനയുടെ അസാധാരണമായ തലങ്ങൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥനയുടെ എനിക്കുറപ്പുണ്ട് ഹല്ലേലൂയ. 6-ാം മാസത്തിൽ 1-ാം തീയതി ഇതിനകത്ത് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചനാത്മാവിൽ കൈമാറുകയാ. ഈ മാസം പ്രാർത്ഥിച്ച് ചിലത് നീ മേടിക്കാൻ പോകുകയാ, പ്രാർത്ഥിച്ച് ചിലത് നീ കൈമേടിക്കാൻ, പ്രാർത്ഥിച്ച് നീ ചിലത് പിടിക്കാൻ. ഇന്ന് രാത്രി നിന്റെ മേലൊരു ഭയങ്കര അധികാരത്തെ കഴിഞ്ഞ 5 മാസം കാണാത്തത്, കഴിഞ്ഞ 5 മാസം നിന്റെ കൺമുൻപിൽ വെളിപ്പെടാത്തത് ഈ 1-ാം തീയതി ഞാൻ ആത്മാവിൽ നിന്നോട് പ്രവചനാത്മാവിൽ കൈമാറട്ടെ. ഹല്ലേലൂയ. നിന്റെ കരത്തിനകത്ത് അത് വരുന്ന ദിവസങ്ങൾ പിശാച് എടുത്തു കളഞ്ഞ ഒരു പതഞ്ഞ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. പിശാച് എടുത്തു കളഞ്ഞ ചില പ്രാർത്ഥനകൾ ഇന്ന് രാത്രി ചിലരുടെ മേൽ തമ്പുരാൻ മടക്കിയിടുകയാ. ഹല്ലേലൂയ. പിശാച് നിന്റെ പ്രാർത്ഥനാന്തരീക്ഷത്തെ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ നിയോഗത്തെ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മേലത് മടങ്ങി വരികയാ, നിന്റെ മേലത് മടങ്ങി വരികയാ. ആരെ ദൂതിനെ കരമടിച്ച് സ്വീകരിക്കുന്നത്? കഴിഞ്ഞ നാളുകളിൽ മണിക്കൂറുകളോളം നീ പ്രാർത്ഥിച്ചു, കഴിഞ്ഞ നാളുകൾ നീ മുട്ടിലിരുന്ന് നിലവിളിച്ചു, പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി നിന്ന് പ്രാർത്ഥിച്ചു. ഇന്നതിന് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാൻ നിന്റെ മേലത് മടക്കി തരുന്ന ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൂത് കളയാതെ, ഈ ദൂത് വിട്ടുകളയാതെ സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നീ ചിലത് പ്രാർത്ഥിച്ച് പിടിക്കാൻ, നീ ചിലത് പ്രാർത്ഥിച്ച് തിരിച്ചു മേടിക്കാൻ. ഹല്ലേലൂയ. കഴിഞ്ഞ 2-3 ആഴ്ചയായി പ്രാർത്ഥനയെ പറ്റി ഒത്തിരി പഠിക്കുവാൻ, ഒത്തിരി വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ
കർത്താവ് എനിക്ക് കൃപ തന്നു. ഈ ഓരോ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ അതിനു മുന്നേ എന്നോട് തന്നെ ഏറ്റെടുക്കും. ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ ഒരു പോർട്ടൽ. ഞാൻ എപ്പോഴും ദൈവമക്കളെ നിങ്ങളോട് പറയാറുണ്ട്, ഹല്ലേലൂയ, പ്രസംഗിക്കുന്നവനെ ഒരു പക്ഷെ പിശാചി തകർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഹല്ലേലൂയ, ആരാധിക്കുന്നവനെ തകർക്കാം. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. വായിച്ച കുറിവാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു. അതിനു മുന്നേ വായിക്കുന്നത് യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഒന്ന് വായി തുറന്ന് പറഞ്ഞാട്ടെ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഹല്ലേലൂയ അപേക്ഷ കൊടുത്തവർക്കെല്ലാം പറയാൻ പറ്റും ആമേൻ. ഹല്ലേലൂയ, നീ എൻ്റെ അപേക്ഷ, എന്തെങ്കിലുമൊക്കെ അപേക്ഷ കർത്താവിൻ്റെ കൈ കൊടുത്തിട്ടുണ്ടോ? ആമേൻ. എന്തെങ്കിലുമൊക്കെ അപേക്ഷ കർത്താവിൻ്റെ കൈ കൊടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ പറയുക, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഒന്ന് പറഞ്ഞ്, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ. എനിക്കറിയത്തില്ല, ചിലരുടെ വിഷയത്തിനകത്ത് ഭയങ്കര വിടുതൽ കർത്താവ് തുറക്കുന്നുണ്ട്. ചില വിഷയത്തിനകത്ത് സാധാരണമായ വിടുതലിനെ കർത്താവ് ഹല്ലേലൂയ ചെയ്യുന്നുണ്ട്. ആരുടെയൊക്കെയോ അപേക്ഷകൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഹല്ലേലൂയ അതിനുമേലൊരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുകയാ. ചിലരുടെ അപേക്ഷയുടെ മേൽ കർത്താവിൻ്റെ ഭയങ്കര ഒരു കരം വെളിപ്പെടുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഈ മിനിറ്റുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ വിടുതലുകൾ വേഗത്തിൽ 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 വെളിപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ. വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുക. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ദീനമായി കിടന്നപ്പോൾ യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരാളെ അയച്ചു. യേശു ഒത്തിരി സ്നേഹിക്കുന്ന കുടുംബം, പലപ്പോഴും ഞാൻ നിങ്ങളുടെ നടുവിൽ വിഭാഗം പ്രസംഗിച്ചിട്ടുള്ളതാണ്. യേശു ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബം, ഒത്തിരി അടുത്തിടപെടുന്ന ഒരു കുടുംബം. അവർ പറയുന്നത് നിനക്ക് പ്രിയനായവൻ. അപ്പം അത്രയ്ക്ക് ഇൻറ്റിമസിയുള്ള, അത്രയ്ക്ക് അടുത്ത ഒരു കുടുംബം. ഈ വ്യക്തി രോഗമായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു വന്നില്ല. ഇവർ പറഞ്ഞു വിടുന്നതിൻ്റെ പിന്നിലെ പദ്ധതി എന്താ? യേശു വരണം, പ്രാർത്ഥിക്കണം, കൈവെക്കണം, ലാസർ സൗഖ്യമാകണം. ഇതായിരുന്നു ഇവരുടെ ചിന്ത. എന്നിട്ട് യേശു കർത്താവ് വന്നില്ല. അത് കഴിയുമ്പോൾ പറയുന്നു ലാസർ മരിച്ചു. എന്നിട്ടും യേശു വന്നില്ല. മടുക്കാനുള്ള സാധ്യതകളുണ്ടോ? പിന്മാറ്റത്തിൽ പോകാനുള്ള സാധ്യതകളുണ്ടോ? ഹല്ലേലൂയ. ഇത് വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യതകളുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് യേശു ആ വീട്ടിലേക്ക് വരികയാണ്. യേശു ആ വീട്ടിലേക്ക് വരുമ്പോൾ വളരെ പ്രയാസം. ലാസർ മരിച്ചു. ലാസറിനെ അടക്കം ചെയ്തു. 4 ദിവസമായി യേശു ആ വീട്ടിലേക്ക് വരുന്നു. ആ വീടിൻ്റെ യേശുവിനെ കണ്ടപ്പോൾ വല്ലാത്ത നിലവിളിയായി. മറിയ പറയുന്നൊരു ഭാഗമുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഇത് പറയുമ്പോൾ യേശു ഉള്ളെന്നത് കലങ്ങി. അവിടെ നിന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ, 11 അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ, ഈ ഭാഗം കഴിഞ്ഞിട്ട് യേശു കല്ലറയുടെ വാതിൽക്കലേക്ക് വരികയാണ്. ആ ഭാഗത്ത് ഒത്തിരി പേര് തന്നെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ആ ഒരു അനുഭവത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. ആ ഒരു അനുഭവത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ സഹോദരിമാരുടെ സങ്കടം, താൻ ഒത്തിരി സ്നേഹിക്കുന്ന കുടുംബം ഈ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ, ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഹല്ലേലൂയ പറഞ്ഞു, കല്ലറയുടെ വാതിൽക്കലേക്ക് ചെന്ന് കല്ലു നീക്കി.
ഇവർ പറഞ്ഞു നാറ്റം വെച്ച് തുടങ്ങി. 4 ദിവസമായല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെന്നു കല്ലറയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. കല്ല് നീക്കി. എന്നിട്ട് യേശു മേലോട്ട് നോക്കി. കാരണം നാറ്റം വെച്ച വിഷയമാ തൻ്റെ മുന്നിലിരിക്കുന്നത്. 4 ദിവസമായ വിഷയമാ തൻ്റെ മുന്നിലിരിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയമാ തൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. പലരും ചോദിച്ചു കാണും, നീ കുരുടനെ സൗഖ്യമാക്കിയില്ലേ? നീ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയില്ലേ? രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സൗഖ്യമാക്കി. അതൊക്കെ റെഡിയാ. പക്ഷെ ഇവിടെ മരിച്ചുപോയി. 4 ദിവസമായി നാറ്റം വെച്ചു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ആ സാഹചര്യത്തിൽ കല്ല് നീക്കിയിട്ട് തന്മേലോട്ട് നോക്കിയിട്ട് തൻ്റെ അപ്പനോട് അപേക്ഷിക്കുകയാ. ഇന്ന് രാത്രി ഈ ദൂത് പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. വളരെ ശാന്തമായി ഞാൻ പറയട്ടെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട നിന്റെ വിഷയമില്ലേ? ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചില വിഷയങ്ങളില്ലേ? ഇതിനകത്ത് മറുപടി ഉണ്ടാകത്തില്ലെന്ന് നീ സ്വയമായി പറഞ്ഞ ചില വിഷയങ്ങളില്ലേ? ഇന്ന് രാത്രി നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്നിട്ട് അപ്പനുമായൊന്ന് സംസാരിക്കാൻ തുടങ്ങുന്നുവെങ്കിൽ, അപ്പനെ അതിനകത്തൊന്ന് ഇടപെടുത്താൻ തുടങ്ങുമോ? അപ്പൻ്റെ കരത്തിനകത്തേക്ക് ആ വിഷയത്തെ ഒന്ന് കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എന്തോ ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് അപ്പൻ്റെ കയ്യിലേക്ക് നിന്റെ ആ വിഷയത്തെ ഒന്ന് കൊടുക്ക്. നാളത്തെ കാര്യം ഹല്ലേലൂയ നിനക്കറിയാൻ പറ്റത്തില്ല. നാളെ അതെങ്ങനെ ഹല്ലേലൂയ ഫേസ് ചെയ്യുമെന്ന് അറിയത്തില്ല. നാളെ അത് നിനക്ക് എങ്ങനെ സോൾവ് ആക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ ഉയരത്തിലെ അപ്പനറിയാ ഈ വിഷയത്തിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന്. ഈ വിഷയത്തിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഉയരത്തിലെ അപ്പൻ നിനക്ക് പറഞ്ഞു തരും. ഇന്ന് രാത്രി അപ്പന്റെ കരത്തിലേക്ക് അത് കൊടുക്കാമോ? നാറ്റം വെച്ച വിഷയമാ. 4 ദിവസമായി കല്ല് നീക്കാൻ പറഞ്ഞു. ഇനി അപ്പനോട് പറഞ്ഞാലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. കല്ല് നീക്കി. ചുറ്റും പുരുഷാരം കാത്തിരിക്കുകയാ എന്താ ചെയ്യുന്നെന്ന് കാണാൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥന കൊണ്ട് എന്താകുമെന്ന് ചോദിച്ചവര് ചുറ്റും നോക്കി നിൽക്കുകയാ. നിന്റെ വീടിനകത്ത് എന്ത് സംഭവിക്കോ, നിന്റെ തലമുറയ്ക്ക് എന്തുണ്ടാകുമെന്ന് കാണാൻ ചുറ്റും നോക്കി നിൽക്കുന്നവരുടെ മുന്നില് നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നവർ കരമടിച്ച് സ്വീകരിക്കുക. എന്തോ ആത്മാവനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. നീ എന്താകുമെന്നും നിന്റെ തലമുറ എന്താകുമെന്നും കാത്തിരിക്കുന്ന ചിലതിന്റെ മുന്നില് നിന്റെ പ്രാർത്ഥനയുടെ വിടുതലുകൾ ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞ നിന്നെ വെല്ലുവിളിച്ച ചില ശക്തികളില്ലേ, നിന്നെ വെല്ലുവിളിച്ച ചില മാനുഷിക വാക്കുകൾ, നിന്നെ വെല്ലുവിളിച്ച ചില വ്യക്തികൾ, ഇന്ന് രാത്രി അവരുടെ മുന്നിൽ നിന്റെ പ്രാർത്ഥന എന്താണെന്ന് തെളിയുന്ന രാത്രിയാ. എനിക്കറിയാം ഇന്ന് ദൂത് കേൾക്കാൻ ചിലതിനെ തമ്പുരാൻ ഓടിച്ചതിനകത്ത് കയറ്റിയതാ. എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ചിലരുടെ മേൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അസാധാരണമായ നിലയിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. പലരും പറഞ്ഞു, യഹൂദന്മാരെ ഒത്തിരി കുറ്റപ്പെടുത്തി. കണ്ടോ, അവനോട് എന്തു പ്രിയമുണ്ടായിരുന്നു. നിന്നെ കുറ്റപ്പെടുത്താൻ പലരും കാണും, ഒറ്റപ്പെടുത്താൻ പലരും കാണും. പക്ഷെ അവിടെ ഒന്നും യേശു മൗനമായിരുന്നിട്ട്, യേശുവിന് അവരോട് മറുപടിയൊന്നുമില്ല, മൗനമായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് യേശുവിന് അപ്പനോടെയുള്ള സംസാരം. ഹല്ലേലൂയ. നിന്നെ കുറ്റപ്പെടുത്തുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട. നിന്നെ ഒറ്റപ്പെടുത്തുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. നിന്റെ ആരാധന എന്താണെന്ന് ചോദിക്കുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട. നീ പറയാനുള്ളത് അപ്പനോട് പറ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തമ്പുരാൻ ഇറങ്ങുമെന്ന്
ഓ, ചിലരുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേ ഇന്ന് രാത്രി തമ്പുരാന്റെ കരം ഇറങ്ങുന്നല്ലോ. ചിലരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേ തമ്പുരാന്റെ കരം ഇറങ്ങുന്നു. ഹല്ലേലൂയ. നിന്നെ കുറ്റം വിധിച്ചവന്റെ മുന്നിൽ, നിന്റെ വാക്കുകൊണ്ട് ചിലത് പുറത്തു വരുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ, യഹൂദന്മാര് ഭയങ്കരമായി പറയുകയാ, കുരുടന്റെ കണ്ണു തുറന്നവന് ഇവനെ മരിക്കാതാക്കുവാൻ കഴിയുന്നില്ലയോ? ഇതെല്ലാം കേട്ടിട്ട് യേശു ഉള്ളം നൊന്ത്, കുറ്റപ്പെടുത്തുന്നവർ ഒരു സൈഡിൽ നിൽക്കട്ടെ, കളിയാക്കുന്നവർ ഒരു സൈഡിൽ നിൽക്കട്ടെ. നിന്റെ ആരാധനയെ നോക്കി കളിയാക്കിയവർ, നിന്റെ കയ്യടിയെ നോക്കി കളിയാക്കിയവർ, നിന്റെ അന്യഭാഷയെ നോക്കി കളിയാക്കിയവർ, ഹല്ലേലൂയ, അവരൊരു സൈഡിൽ നിൽക്കട്ടെ, അവരവിടെ നിൽക്കട്ടെ. നിനക്ക് ഹല്ലേലൂയ അപ്പനുമായിട്ട് ഇടപാടുള്ളൂ, നിനക്ക് പിതാവുമായിട്ട് ഇടപാടുള്ളൂ. ഹല്ലേലൂയ, നിനക്ക് ഹല്ലേലൂയ നിനക്ക് പ്രാർത്ഥനാ മുറിയെ അഭയമുള്ളൂ. ഹല്ലേലൂയ, നിനക്ക് ദൈവ സാന്നിധ്യമേ ഉള്ളൂ. ഓ, ഇന്ന് രാത്രി അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. അവരെല്ലാം പറയുമ്പോഴും താൻ മൗനമായിരിക്കുകയാ. ഉള്ളം നൊന്ത് കലങ്ങി കല്ലറയുടെ മുന്നിൽ ചെന്ന് കല്ല് നീക്കാൻ പറഞ്ഞു. അവര് പറയാ, നാറ്റം വെച്ചു 4 ദിവസമായി, ഇനി നീ എന്ത് ചെയ്യാനാ? ഹല്ലേലൂയ. നാറ്റം വെച്ചിടത്ത് നീ എന്ത് ചെയ്യാനാ? ഹല്ലേലൂയ. പ്രതീക്ഷ പെട്ടിടത്ത് എന്ത് ചെയ്യാനാ? പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്ത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചിലത് ചെയ്യാൻ കഴിയും. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലത് ചെയ്യാൻ കഴിയൂ. പ്രതീക്ഷ ഇല്ലാത്തിടത്ത്, ഹല്ലേലൂയ, മരുഭൂമിക്കകത്ത്, വരണ്ട നിലത്ത്, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലത് ചെയ്യാൻ കഴിയൂ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ തിരിച്ചു പിടിക്കാൻ. ആരാ പറഞ്ഞ ദൈവമക്കളെ പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന്? ആരാ ദൈവമക്കളെ പറഞ്ഞത് ഇനി ഉയരത്തില്ലെന്ന്? ആരാ പറഞ്ഞ ദൈവമക്കളെ ഇതിനകത്തു നിന്ന് ഇനി പുറത്തു വരത്തില്ലെന്ന്? ഓ, മടുത്തു പോകാതെ പറയില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. നാട്ടം വെച്ചതിനെ പുറത്തു കൊണ്ടുവരാൻ, 4 ദിവസമായതിനെ പുറത്തു കൊണ്ടുവരാൻ എന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയൂ. പിശാച് കഴിയത്തില്ലെന്ന് പറഞ്ഞ ചില മേഖലകളില്ലേ? എന്തോ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാ. പിശാച് പറയുന്ന ചില സാഹചര്യങ്ങൾ, നീ പുറത്തു വരത്തില്ലെന്ന്, നീ അടക്കി പോയെന്ന്, നാറ്റം വെച്ചെന്ന്, ഇനി ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന മേഖലയില്, ഓ പുറത്തു വരുന്നു യേശുവിന്റെ നാമത്തിൽ. ചിലതെല്ലാം ഇന്ന് രാത്രി പുറത്തു വരികയാ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി തമ്പുരാന്റെ കരം ഇറങ്ങുന്നു. നിന്റെ പ്രാർത്ഥനാന്തരീക്ഷത്തിനകത്ത് കർത്താവിന്റെ കരം ഇറങ്ങുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ, നിന്റെ ആരാധനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ, ഹല്ലേലൂയ, നാറ്റം വെച്ചതിനെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനെ, ഇനി ഇല്ലെന്ന് പറഞ്ഞതിനെ പുറത്തു കൊണ്ടുവരാൻ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ കടന്നു വന്നിരിക്കുന്ന ആരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കാൻ കഴിയോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ ഭർത്താവിനെ തിരിച്ചു പിടിക്കാൻ കഴിയോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ ഭാര്യയെ തിരിച്ചു പിടിക്കാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ തലമുറകളെ തിരിച്ചു പിടിക്കാൻ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ തലമുറകളുടെ വാഗ്ദത്തത്തെ തിരിച്ചു പിടിക്കാൻ. ഓ യേശുവിന്റെ നാമത്തിൽ ചലിച്ചു തുടങ്ങട്ടെ. ഷീബ സിസ്റ്ററെ പ്രാർത്ഥിച്ചോ, ചലിച്ചു തുടങ്ങട്ടെ. അസാധാരണ ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ തുറക്കുന്നല്ലോ. ഓ
ഓ പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് തിരിച്ചു പിടിക്കാൻ കഴിയോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് തിരിച്ചു പിടിക്കാൻ കഴിയോ? നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, നീ ആരാധിക്കാൻ തുടങ്ങിയ, നീ ദൈവത്തോട് അപേക്ഷിക്കാൻ തുടങ്ങിയ, നാറ്റം വെച്ച വിഷയമാണെങ്കിലും ഹല്ലേലൂയ. അവിടെ പറയാ, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇത് ഉറപ്പാ. പ്രാർത്ഥനാ മുറിയിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ട്. എത്ര പേരുണ്ട് എപ്പോഴും എൻ്റെ അപേക്ഷ എൻ്റെ അപ്പം കേൾക്കുമെന്നൊരു ഉറപ്പുള്ള എത്ര പേര് ഇന്ന് രാത്രിക്ക് ആ ഉറപ്പുണ്ട്? നിങ്ങൾക്ക് ധൈര്യം വർദ്ധിക്കട്ടെ. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, നിന്റെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കുമെന്ന്. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതെന്റെ ഉറപ്പാ. പക്ഷെ അടുത്ത പദം, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന ഈ പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട്. ഹല്ലേലൂയ. എനിക്ക് ഉറപ്പുണ്ട് തമ്പുരാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. അതെൻ്റെ ഉറപ്പാ. പക്ഷേ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന, അല്ലെ എന്നെ നോക്കുന്ന ചില ആൾക്കാരില്ലേ, എടാ ഇവൻ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഇവൻ്റെ വീടിനകത്തൊന്നും നടക്കുന്നില്ലല്ലോ, ഇവൻ്റെ തലമുറയുടെ മേലൊന്നും നടക്കുന്നില്ലല്ലോ, ഇങ്ങനെ പറയുന്ന ചിലരില്ലേ. ഇവരൊന്നറിയുവാൻ ഹല്ലേലൂയ, ഇന്നിതിനകത്തൊരത്ഭുതം നടക്കണം. ഓ ഹല്ലേലൂയ. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിനകത്ത് നിന്നെ നിന്ദിക്കുന്നവരില്ലേ, നിന്റെ പ്രാർത്ഥനയെ നോക്കി പരിഹസിക്കുന്നവരില്ലേ, അവരൊന്നറിയുവാൻ. ഓ ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? അവരൊന്നറിയുവാൻ എന്റെ ജീവിതത്തിനകത്തൊരു അത്ഭുതം നീ ചെയ്യണമെന്ന് പറഞ്ഞോ തമ്പുരാനെ. ഹല്ലേലൂയ. അവരൊന്നറിയുവാൻ. ശാലി സിസ്റ്ററെ പറഞ്ഞു, അവരൊന്നറിയുവാൻ എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തലോ. എന്നെ നിന്ദിക്കുന്നവർ, എന്നെ പരിഹസിക്കുന്നവരൊന്നറിയുവാൻ, ഹല്ലേലൂയ, ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊന്നറിയുവാൻ എനിക്ക് വേണ്ടി ഒരു ദൈവിക പ്രവൃത്തി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് മറുപടി ലഭിക്കും. പക്ഷെ വൈകുമ്പം ഹല്ലേലൂയ ചുറ്റും നിൽക്കുന്നവർ പരിഹസിക്കും. വൈകുമ്പം ചുറ്റും നിൽക്കുന്നവർ പരിഹസിക്കുകയാ. ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്നെ നോക്കി നിൽക്കുന്നവർ കാണേണ്ടതിന്, നിന്നെ നോക്കി നിൽക്കുന്നവർ ഹല്ലേലൂയ ഹല്ലേലൂയ കാണത്തക്കവണ്ണം നിന്റെ വീടിനകത്ത് ചില ദൈവ പ്രവർത്തികളെ കർത്താവ് വേഗത്തിൽ അയക്കുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. ഈ ദൂത് പിടിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. യേശു കർത്താവോട് പറയുക, എനിക്കുറപ്പാ നീ എൻ്റെ അപേക്ഷ കേൾക്കും. എനിക്കുറപ്പുണ്ട്. പക്ഷേ ഈ ഹല്ലേലൂയ ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് ഒരു ദൂത് ഞാൻ പറയട്ടെ. നിന്റെ വിടുതൽ കണ്ട് ചിലര് ദൈവത്തെ വിശ്വസിക്കാൻ പോകുകയാ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ പരിഹസിച്ചവർ നിന്റെ വിടുതലുകൾ കണ്ട് ഇനി ഈ ദൈവത്തെ വിശ്വസിക്കാൻ പോകുകയാ. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? നിന്റെ വീടിനകത്ത് നടക്കുന്ന ദൈവപ്രവൃത്തി കണ്ട് ചിലരുകൂടെ നിന്നോട് ചേരാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നു? നിന്റെ ജീവിതത്തിനകത്ത് നടക്കുന്ന മറുപടി കണ്ട് ചിലരുകൂടെ നിന്നോട് അടുത്തിരിക്കുന്നത് പോലെ ചിലരുകൂടെ ദൈവത്തെ അറിയുന്ന ഒരു വിടുതലിന്റെ സീസൺ തമ്പുരാൻ തുറക്കുന്നു. ഹല്ലേലൂയ. ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കാൻ
ഒരു ദൂത് ഞാൻ പറയട്ടെ. ഈ 6-ാം മാസം 1-ാം തീയതി ഞാൻ നിങ്ങളോടൊരു ദൂത് കൈമാറാം. ഈ മാസം നിന്റെ വീടിനകത്ത് നടക്കുന്ന ചില വിടുതലുകൾ കണ്ട് നീ പ്രാർത്ഥിക്കുന്ന ചിലര് ഈ ദൈവത്തെ കണ്ടുമുട്ടാൻ പോവുകയാ. ഈ ദൈവത്തെ അറിയാൻ തുടങ്ങുകയാ. ഈ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ആത്മാവിൽ, പ്രവചനാത്മാവിൽ ഞാൻ കൈമാറുകയാ. പ്രാർത്ഥിക്കുന്ന ചിലരെ തമ്പുരാൻ തോടാൻ തുടങ്ങുകയാ. ദൈവം ചിലതിനെ വിടുവിക്കാൻ തുടങ്ങുകയാ. അതിനുവേണ്ടി നിന്റെ ജീവിതത്തിനകത്ത് ചില വിടുതലുകളെ എന്റെ ദൈവം അയക്കുന്നെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ റിസീവ് ചെയ്യുന്ന ദൈവജനം കരമടിച്ച് 2-3 മിനിറ്റുകൾ ഈ ദൂതിനെ ആത്മാവിൽ സ്വീകരിക്കുക. ഹല്ലേലൂയ. ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്ത പദം, അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. ആമേൻ. ഹല്ലേലൂയ. ആരാ നാറ്റം വെച്ചത്? മരിച്ചെന്ന് പറഞ്ഞത് 4 ദിവസമായെന്ന് പറഞ്ഞത്, കല്ലറ കൊണ്ട് മൂടി വെച്ചത്, കല്ലുകൊണ്ട് മൂടി വെച്ചത്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മരിച്ചതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ചലനമറ്റ് കിടക്കുന്ന ഏതു മേഖലയാണോ ചലനമറ്റ് കിടക്കുന്നത്? ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചലനമറ്റ് കിടക്കുന്ന ചില മേഖലകൾ, ഹല്ലേലൂയ, ചലനമറ്റ് കിടക്കുന്ന ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി തൊടുകയാ. ചലിക്കാത്ത ചില മേഖലകൾ ചലിക്കുന്ന പ്രാർത്ഥന എന്ന് രാത്രി ചിലരുടെ നാവിനകത്ത് തമ്പുരാൻ തുറക്കുന്നല്ലോ. ചലനമറ്റ് കിടക്കുന്ന ചില മേഖലകളില്ലേ? നിന്റെ ആരോഗ്യ മേഖലയാണോ, നിന്റെ സാമ്പത്തിക മേഖലയാണോ, നിന്റെ ആത്മീക മേഖലയാണോ ചലനമറ്റ് കിടക്കുന്നത്? ചില കൂടാരത്തിനകത്ത് ചലനമറ്റ് കിടക്കുന്ന ആത്മീക മേഖലയെ കർത്താവ് ഇന്ന് രാത്രി പുഷ്ടിപ്പെടുത്തുന്നു. നിന്റെ തലമുറകളുടെ മേലോ അസാധാരണമായ ഒരാത്മനിയോഗത്തെ കർത്താവ് തുറക്കുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയോ? പ്രാർത്ഥനയ്ക്ക് ചലനമറ്റതിനെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ പ്രാർത്ഥനയ്ക്ക്, എന്റെ കൂടാരത്തിനകത്ത് ചലനമറ്റ് കിടക്കുന്ന മേഖലയെ ചലിപ്പിക്കാൻ കഴിയുമെന്ന്. എന്റെ ജീവിതത്തിനകത്ത് ചലനമറ്റ് കിടക്കുന്ന ചില മേഖലകളില്ലേ? തളിർക്കാതെ കിടക്കുന്ന മേഖലകളില്ലേ? ക്ഷീണിച്ച് കിടക്കുന്ന മേഖലകളിലെ അതിനെ പുഷ്ടിപ്പെടുത്തുവാൻ എന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ വിശ്വസിക്കുന്നവർ കരമടിച്ച് മോനെ ലിബിയ, നീ പ്രാർത്ഥിച്ചോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ചില മേഖലകളെ ചലിപ്പിക്കാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ചില മേഖലകളെ ചലിപ്പിക്കാൻ കഴിയുമെന്ന്. ചലനമറ്റ് കിടക്കുന്ന ചില മേഖലകളിൽ ആത്മാവിൽ നീ ചലിപ്പിക്കത്തക്കവണ്ണം നിന്റെ മേലൊരു പ്രാർത്ഥനയുടെ തലത്തെ കർത്താവ് തുറക്കുന്നു. നീ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കാൻ തുടങ്ങുകയാ. നിന്റെ വീടിനകത്തിന് നീ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കാൻ. നീ പ്രാർത്ഥിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചിട്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് എഴുന്നേറ്റ് വരുന്ന സമയം, അത് എഴുന്നേറ്റ് വരുന്ന സീസൺ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തുറക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ചലിപ്പിക്കാൻ കഴിയും, പ്രാർത്ഥനയ്ക്ക് ചലനം വെപ്പിക്കാൻ കഴിയും. എവിടെ നാറ്റം വെച്ച വിഷയം എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പറയാം, പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ തമ്പുരാനെ തൊടാൻ കഴിയുമെന്നേ. ഹല്ലേലൂയ. നിങ്ങൾ റെഡിയാണോ? എത്ര പേർ പ്രാർത്ഥിക്കാം? ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് 17-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ ഏലിയാവ് ഒരു വിധവയുടെ വീടിനകത്ത് ചെന്നു. അവിടെ വലിയൊരു ദൈവപ്രവൃത്തി നടന്നു. അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. കുറച്ച് നാളൊക്കെ കഴിഞ്ഞ ശേഷം ഈ വിധവയുടെ മകൻ മരിച്ചുപോയി.
ഹല്ലേലൂയ. ഈ വിധവ ഓടിച്ചെന്ന് എലിയാവിൻ്റെ അടുക്ക ചൊല്ലുകയാ. ആ ഭാഗം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമൊക്കെ ഞാൻ തന്നെ അങ്ങ് വായിക്കാം. അവൻ യഹോവയോട്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. വിധവയുടെ മകൻ മരിച്ചുപോയി. വിധവയാണേ, അകപ്പാടെയുള്ള ഈ മകൻ മരിച്ചു. ഇവൾക്ക് ഓടിച്ചെന്ന് പറയാൻ ഈ ദൈവദാസനേ ഉള്ളൂ. ഈ ദൈവമനുഷ്യൻ്റെ അടുക്കൽ ഓടിച്ചെന്നു പറഞ്ഞു. ഈ ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കുകയാ. അടുത്ത പദം പ്രാർത്ഥിച്ചിട്ട് ഇത് പ്രകടിപ്പിക്കുക. പ്രാർത്ഥിച്ചിട്ട് അടുത്തത് ചിലത് ചെയ്യുകയാ. അടുത്ത് ചെയ്യാൻ തുടങ്ങണേ. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവണ്ണു കിടന്നു. എന്നിട്ട്, എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. അവൻ ജീവിച്ചു. ആമേൻ, ഹല്ലേലൂയ. മരിച്ചു പോയതാ. ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് ചലിപ്പിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ചലിപ്പിക്കാൻ കഴിയുമോ? എന്തോ ഇന്ന് ആത്മാവ് ഒത്തിരി ശാന്തമായി ഇടപെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചില ജീവനെ തിരിച്ചു പിടിക്കാൻ കഴിയും. നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ, എന്തോ ചിലരെ കൊണ്ട് കർത്താവ് ചിലത് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുകയാ. നിന്റെ പ്രാർത്ഥന കൊണ്ട് ഹല്ലേലൂയ ചില ദേശത്തെ പിടിക്കുവാൻ, ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയിൽ ചില രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങുകയാ. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ പ്രാർത്ഥന കൊണ്ട് ചില രോഗികൾ സൗഖ്യമാകാൻ, നിന്റെ പ്രാർത്ഥന കൊണ്ട് ചില ഭൂതങ്ങൾ വിട്ടുമാറുന്ന, നിന്റെ പ്രാർത്ഥന കൊണ്ട് ഹല്ലേലൂയ ചില ദൈവപ്രവർത്തികൾ നടക്കുന്ന ഇന്നു രാത്രി ആരുടെയൊക്കെയോ മേൽ തമ്പുരാനത് തുറക്കുകയാ. ഇനി നീ പ്രാർത്ഥിച്ചാൽ ചിലത് നിന്റെ കൂടാരത്തിനകത്ത് മാത്രമല്ല, നിന്റെ ദേശത്ത് നടക്കാൻ തുടങ്ങുകയാ. നിന്റെ മുന്നിൽ ഒരു പ്രാർത്ഥനാ വിഷയം വന്നാൽ നീ അതിനെ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി ഞാൻ പറയാ, നിന്നെ കൊണ്ട് ചിലത് ചെയ്യുവാൻ, നിന്നെ കൊണ്ട് ചിലതിനെ ചലിപ്പിക്കുവാൻ ഇന്ന് രാത്രി ചിലരുടെ മേൽ ഒരസാധാരണ നിയോഗങ്ങൾ വീഴുന്നു. നിന്റെ മേൽ തുറന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ പോർട്ടൽ വെറുതെയല്ല. നിന്റെ മേൽ തന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ നിയോഗം വെറുതെയല്ല. അതിനെ കൊണ്ട് അതിൽ കൂടെ ചിലത് ചെയ്തെടുക്കുവാൻ തമ്പുരാന് പദ്ധതിയുണ്ടെന്ന് ആരോടോ ഇന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ചാൽ ചിലത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെവിടെയോ അത് മങ്ങിപ്പോയി, ഇന്നെവിടെയോ അത് നിന്നുപോയി. കഴിഞ്ഞ നാളുകൾ നീ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അതിന് പെട്ടെന്ന് മറുപടി ലഭിക്കും. ഇന്നതിന് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി അതിനെ തിരിച്ചു പിടിക്കാൻ ഒരവസരത്തെ തമ്പുരാനിന് നിനക്ക് തരികയാ. പ്രാർത്ഥിച്ച് ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ, നിന്നെ ഒരു ദേശത്താക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ടെന്ന് ആത്മാവ് പ്രവചിക്കുകയാ. നിന്നെ ഒരു ദേശത്ത് ആക്കിയതിന്റെ പിന്നിൽ ദൈവത്തിന് ചിലത് പദ്ധതികളുണ്ട്. മരിച്ചതിനെ എഴുന്നേൽപ്പിക്കുവാൻ, ചിലരെ മറ്റതിനെ എഴുന്നേൽപ്പിക്കുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ, ആരെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ, ഞാൻ കൈവച്ചാൽ അത് നടക്കുമോ? ദൈവമക്കളെ, നിന്റെ മേലൊരു അഭിഷേകത്തെ കർത്താവ് തുറക്കുകയാ. ഇന്ന് നിങ്ങളുടെ മേലൊരു അഭിഷേകത്തെ കർത്താവ് തുറക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ചിലത് നടക്കുക. ഏലിയാവേ ഹല്ലേലൂയ കെരീത്തിനകത്തു നിന്ന് ഹല്ലേലൂയ സാരാഫാത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ചില ദൈവപ്രവർത്തികൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവിടെ വെച്ച് ചില ദൈവപ്രവർത്തികൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഹല്ലേലൂയ.
എന്തോ പരിശുദ്ധാത്മാവ് ഒത്തിരി ശാന്തമായി ഇടപെടുന്നു. പ്രാർത്ഥിച്ച് നിങ്ങൾ ചിലത് തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നു. പ്രാർത്ഥിച്ച് നിങ്ങൾ ചിലത് തിരിച്ചു പിടിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു, യഹോവേ, എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുത്തമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. ഒന്ന് വായ തുറന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞേ, മടുക്കാതെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അവിടെ വെച്ചിരിക്കുന്ന യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു, അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളിക മുറിയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. ഹല്ലേലൂയ. മരിച്ചുപോയെന്ന് പറഞ്ഞതാ, ജീവൻ നഷ്ടപ്പെട്ടതാ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന ചില ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. കണ്ണുകൾ അടച്ച് അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ഈ മിനിറ്റുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന് ജീവൻ വീഴാൻ തുടങ്ങുകയാ. ആ വിഷയത്തിനകത്ത് മറുപടി വെളിപ്പെടാൻ തുടങ്ങുകയാ. എനിക്ക് ഉറപ്പുണ്ട്, ഈ ആഴ്ച ചില മറുപടികൾ, ഈ ആഴ്ച ചില വിടുതലുകൾ നിന്റെ കൺമുൻപിൽ വെളിപ്പെടുന്ന, നിന്റെ കൺമുൻപിൽ വെളിപ്പെടുന്ന ഒരാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നവർ ഹല്ലേലൂയ സ്വീകരിച്ചു തുടങ്ങിക്കോ. മോനെ അഖിലെ, നീ പ്രാർത്ഥിച്ചോ. ഈ മിനിറ്റുകൾ നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തില് തമ്പുരാൻ ഇപ്പോൾ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ചില ദൈവപ്രവൃത്തി അയക്കുന്നു. നിനക്ക് വേണ്ടി ചില ദൈവപ്രവൃത്തി അയക്കുന്നു. ചലിക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ, ഹല്ലേലൂയ മൂവ് ചെയ്യാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി തമ്പുരാൻ അതിന്റെ ഒരു ദൈവപ്രവൃത്തി അയക്കുന്നു. ഈ ആഴ്ച ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ തടസ്സങ്ങൾ വഴിമാറുന്നെന്ന് മോനെ നിന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുക. തടസ്സങ്ങൾ ചിലത് വഴിമാറുന്നെന്ന്, തടസ്സങ്ങൾ ചിലത് വഴിമാറുന്നെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. നിനക്ക് വേണ്ടി വേഗത്തിൽ ചില വഴികൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചില ദൈവപ്രവൃത്തികൾ വേഗത്തിൽ നടക്കുന്നു. ഈ മിനിറ്റുകളിൽ നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത്, ഈ മിനിറ്റുകളിൽ നിങ്ങൾ എന്താണോ തമ്പുരാനോട് അപേക്ഷിക്കുന്നത്, അത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത്? നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത്? നിന്റെ ഭാവിയുടെ വഴിക്ക് വേണ്ടിയാണോ? സാമ്പത്തിക വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അത് ചലിക്കാൻ തുടങ്ങി, അത് ചലിക്കാൻ തുടങ്ങുകയാ, അത് ചലിക്കാൻ തുടങ്ങുകയാ. 2-3 മിനിറ്റുകൾ കരപടിച്ച് ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് രാത്രി ചില ചലനങ്ങൾ, ഇന്ന് രാത്രി ചില ചലനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില മേഖലകളിൽ, ചില സാമ്പത്തിക മേഖലകളിൽ ചില ചലനങ്ങൾ നടക്കുന്നെന്ന് ആത്മാവ് ആരോട് പ്രവചിക്കുന്നു? സാമ്പത്തിക മേഖലകളിൽ ചില ചലനങ്ങൾ. യേശുവിന്റെ നാമത്തിൽ വഴി അടഞ്ഞ ചില വിഷയങ്ങൾ, അടഞ്ഞുപോയ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി തമ്പുരാൻ തുറക്കുന്നു. എനിക്കുറപ്പുണ്ട് ഈ ആഴ്ച ചില അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. ഈ ആഴ്ച ചില വിടുതലുകൾ നിങ്ങൾ കാണാൻ തുടങ്ങുകയാ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ കരമടിച്ച് സ്തുതിച്ചാട്ടെ. ഈ ആഴ്ച ഒരു അത്ഭുതം, ഈ ആഴ്ച ചില വിടുതലുകൾ. ഹല്ലേലൂയ അടയപ്പെട്ട് കിടക്കുന്നത് ചില ഡോറുകൾ തുറക്കുന്നത്, അടയപ്പെട്ട് കിടക്കുന്ന ചില ഡോറുകൾ തുറക്കുന്നത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചില ഡോറുകൾ തുറക്കുന്നത്. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്നു ഞാൻ അറിയുന്നു. അപ്പ എനിക്ക് ഉറപ്പുണ്ട് ഈ ആഴ്ച എനിക്ക് മറുപടി ലഭിക്കുമെന്ന്. എത്ര പേർക്ക് ധൈര്യത്തോടെ അത് പറയാൻ കഴിയും? എത്ര പേർക്ക് ധൈര്യത്തോടെ അത്
കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചലിക്കട്ടെ, ഇവരുടെ പ്രാർത്ഥനകൾ ചലിക്കട്ടെ. ഈ ആഴ്ചയിൽ ചില വിടുതലുകൾ ഇവർ കാണട്ടെ. ഈ ആഴ്ചയിൽ ചില ദൈവ പ്രവർത്തികൾ ഇവർ അനുഭവിക്കട്ടെ. ഈ ആഴ്ചയിൽ ചില ദൈവിക വിടുതലുകൾ ഇവർ കണ്ണു തുറന്ന് കാണട്ടെ. അടഞ്ഞെന്ന് തോന്നിയത് ചിലത്, അടഞ്ഞെന്ന് തോന്നിയത് ചിലത്. എന്തോ ആത്മാവ് പ്രാരംഭം മുതൽ പറയുന്നല്ലോ, അടഞ്ഞെന്ന് തോന്നിയ ചിലത് നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ തുറക്കുന്നെന്ന്. ഓ ഹല്ലേലൂയ. ഇനി നീ കാണത്തില്ലെന്ന് പറഞ്ഞ ചിലത്, ഇനി ആ നന്മ നീ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ ചിലത് ഇന്ന് രാത്രി തമ്പുരാൻ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേലത് തുറന്നു വരട്ടെ. കർത്താവേ, ഒരു അത്ഭുതം ഈ ദിവസങ്ങൾ ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. ഞാൻ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൺമുൻപിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ വെളിപ്പെടണം, മഹത്വം അങ്ങെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിനൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ആഴ്ച. എനിക്കുറപ്പുണ്ട്, നിങ്ങൾ എന്ത് വിഷയത്തിലാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്, അതിനെ തമ്പുരാൻ തുറക്കാൻ തുടങ്ങുക. അതിനകത്ത് 4 ദിവസമായി നാറ്റം വെച്ച് തുറക്കാൻ പറ്റത്തില്ല, വലിയ കല്ലുണ്ട്, അതൊന്നും തമ്പുരാന് പ്രശ്നമല്ല. ഹല്ലേലൂയ. മനസ്സോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, മടുക്കാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വരുന്ന ആഴ്ചയിലും ഇതേ ലിങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരുന്ന 7-ാം തീയതി മാവേലിക്കര YWC ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. സാറ്റർഡേയിൽ 10:30 മണിക്ക് നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ക്ഷേമത്തോടെ സേഫോടെ ആയിരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക സ്നേഹത്തെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പാട്ട് പാടി സഹായിച്ച, പ്രാർത്ഥിച്ച് സഹായിച്ച, വചനം വായിച്ച് സഹായിച്ച, കൂട്ടായ്മയിൽ ഒരുമിച്ചായിരുന്ന എല്ലാവരോടുമുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഓർമ്മിപ്പിക്കുന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഈ സമയം വേർതിരിക്കുന്നു.